മലപ്പുറം കീഴുപറമ്പ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് പെൺകുട്ടി മരിച്ചതിൽ അരീക്കോട് താലൂക്ക് ആശുപത്രിക്കെതിരെ ആരോപണവുമായി കുടുംബം. കടുത്ത പനിയും തളർച്ചയും ഉണ്ടായിട്ടും ആവശ്യമായ ചികിത്സ നൽകിയില്ലെന്നതാണ് ആരോപണം. രോഗത്തെ നിസ്സാരവൽക്കരിച്ച് മരുന്ന് തന്ന് വീട്ടിലേക്ക് അയച്ചുവെന്നും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ ഗൗനിച്ചില്ലെന്നും ദിയ ഫാത്തിമയുടെ പിതാവ് പറഞ്ഞു. ഈ മാസം 26-നാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ദിയ മരിച്ചത്. പ്രതികരണം കേട്ടു. കുട്ടിക്ക് പനി വന്നപ്പോൾ നമ്മൾ ആദ്യം ചെറിയ ക്ലിനിക്ക്, നമ്മുടെ നാട്ടിൽ ക്ലിനിക്ക് പോയി കാണിച്ചു. സുഖമില്ലാത്തതുകൊണ്ട് പിറ്റേന്ന് നമ്മളെ PHC നമ്മൾ പഞ്ചായത്തിൽ PHC തന്നെ പോയി കാണിച്ചു. എന്നിട്ട് പനി മാറാഞ്ഞിട്ടാണ് നമ്മൾ അരീക്കോട് താലൂക്ക് ഹോസ്പിറ്റലിൽ പോകുന്നത്. അന്നൊരു അവിടെ ഒരു ദിവസത്തോളം അവിടെ നിർത്തി ടെസ്റ്റുകൾ മുഴുവൻ ചെയ്ത് നമ്മൾ പോകാൻ നമ്മളെ പിറ്റേന്ന് ഇതിലധികമായി ചെന്നപ്പോൾ പോലും ഒരു പരിഗണന പോലും ആ രോഗത്തിന് വെച്ചില്ല. നോട്ടം പോലും നോക്കാതെ ടെസ്റ്റ് പോലും പറയാതെ പാരസിറ്റമോൾ തന്നെ ഒന്നും കൂടി സ്ട്രോങ് ആക്കി എഴുതി തന്നല്ലാതെ എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു നോട്ടം പോലും നോക്കിയില്ല. വിറക്കുന്ന പനിയുണ്ട്, പിന്നെ രക്തമൂത്രത്തിൽ ബ്ലഡിൻ്റെ മറ്റു വൈറസ് രോഗങ്ങൾക്കുള്ള എല്ലാ ലക്ഷണവും ഉണ്ടായിട്ട് പറഞ്ഞിട്ടും ടൂറ് പോയതാണെന്ന് പറഞ്ഞിട്ട് വരെ ഡോക്ടർ അത് ചെവി കണ്ടില്ല. ഇനി ചാടി കളിച്ചാൽ റെഡി ആവുന്നതാണ് പറഞ്ഞ് നമ്മളെ മണിക്കൂർ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒന്നുകൂടി വന്ന് കാണിച്ചപ്പോൾ അവർക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ രോഗം എന്താണെന്ന് കൊടുക്കാൻ കിട്ടി. അതിന് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകാനും മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് നമുക്ക് ആ തിരക്കിൻ്റെ ഇടയിലും നല്ല ചികിത്സ കിട്ടിയിരുന്നു മെഡിക്കൽ കോളേജിൽ. മുബഷീർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷീർ, അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സ കിട്ടിയിട്ടില്ല. ഈ രോഗം തിരിച്ചറിയാൻ പോലും അരീക്കോട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ദിയയുടെ പിതാവിന്റെ ആരോപണം. മുബഷീർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും അത്തരമൊരു ആരോപണമാണ് ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച +2 വിദ്യാർത്ഥിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇക്കഴിഞ്ഞ 15-ാം തീയതിയാണ് ഒരു വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ആദ്യഘട്ടത്തിൽ കാണിക്കുന്നത്. തുടർന്ന് തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. രോഗം മാറാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്നു. തുടർന്ന് ആദ്യഘട്ടത്തിൽ 19-ാം തീയതിയോടുകൂടിയാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോട് താലൂക്ക് ആശുപത്രി, അതായത് കീഴുപറമ്പിലെ ഇവരുടെ വീടിനോട് ചേർന്നിട്ടുള്ള അരീക്കോട് താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവർ കുട്ടിയെയും കൊണ്ടുവരുന്നത്. ആ ഒരു ഘട്ടത്തിൽ പനിയുമായി ബന്ധപ്പെട്ട മരുന്നുകൾ മാത്രം നൽകിക്കൊണ്ട് ഈ ഒരു കുട്ടിയെ തിരിച്ചയച്ചു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. തുടർന്ന് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം വീണ്ടും ഈ ഒരു കുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ നൽകിയ മരുന്നുകൾ അതത്രത്തോളം തന്നെ ഫലിക്കാത്തത് കൊണ്ടായിരിക്കാം രണ്ടാമത്തെ ദിവസവും വരുന്നതെന്നുകൂടി കണക്കിലെടുക്കാതെ 20-ാം തീയതിയും വീണ്ടും ഈ ഒരു കുട്ടിയെയും കുടുംബത്തെയും തിരിച്ചയച്ചു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഗുരുതരമായ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലൊന്നും തന്നെ അത് വേണ്ട വിധത്തിലുള്ള പരിശോധന പോലും നടത്താൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് മരിച്ച ദിയ ഫാത്തിമയുടെ പിതാവ് ഫസലുർ റഹ്മാൻ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കടുത്ത പനിയും തളർച്ചയും ഉണ്ടായിട്ടും ആവശ്യമായ ചികിത്സ നൽകിയില്ല എന്ന് തന്നെ അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. രോഗത്തെ നിസ്സാരവൽക്കരിച്ച് മരുന്ന് തന്ന് വീട്ടിലേക്ക് വിട്ടയച്ചു എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 തീയതികളായിട്ട് അവിടെ എത്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത്രത്തോളം രോഗം മൂർച്ഛിക്കാൻ കാരണം, ആരോഗ്യം തളർച്ചാവസ്ഥയിലേക്ക് പോകാൻ കാരണം എന്ന രീതിയിലുള്ള പരിശോധനകളൊന്നും പോലും നടത്താൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. ഒരു പക്ഷേ അവർ അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ അത്യാധുനിക രീതിയിലുള്ള ചികിത്സ നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തിച്ച് ജീവൻ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നൊരു പ്രതീക്ഷയും കുടുംബം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ പരാതി നൽകാനൊരുങ്ങുകയാണ് ഈ ഒരു കുടുംബം. അതേസമയം ആശുപത്രിയിൽ അന്വേഷിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് കുട്ടിക്കുണ്ടായിരുന്ന രോഗലക്ഷണങ്ങൾ അനുസരിച്ചാണ് ചികിത്സ നൽകിയത്. ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം രോഗലക്ഷണങ്ങളുമായി വരുമ്പോൾ നൽകുന്ന ചികിത്സ തന്നെയാണ് നൽകിയിട്ടുള്ളത്. മറിച്ചൊരു തരത്തിലുള്ള അനാസ്ഥയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അരീക്കോട് ആശുപത്രി ഇക്കാര്യത്തിൽ വിശദീകരണമായി നൽകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ സർക്കാർ തന്നെ ഒരു സർക്കുലർ പുറപ്പെടുവിച്ച് നമുക്ക് മുന്നിലുണ്ടായിരുന്നു കുമാർ. ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ അവ കൃത്യമായും പരിശോധിച്ച് കൃത്യമായ ലക്ഷണങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ചികിത്സ നൽകണമെന്നൊരു നിർദ്ദേശമുണ്ട്. നേരത്തെ കോഴിക്കോട് ഉൾപ്പെടെ സമാനമായ കേസുണ്ടായിരുന്ന സമയത്ത് വിദഗ്ധ ചികിത്സയിലൂടെ അത് മാറ്റിയെടുക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും താഴെത്തട്ടിൽ ഇത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ സർക്കാർ നിർദ്ദേശം ഏത് തരത്തിൽ ലംഘിക്കപ്പെട്ടോ എന്നൊരു ചോദ്യമൊക്കെ തന്നെ ഒരു സംഭവത്തിലൂടെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുരുതരമായ ആരോപണമാണ് ദിയയുടെ പിതാവ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്.